ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് നല്ല സന്തോഷത്തിലാണ്. 4 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. കോയമ്പത്തൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പപ്പയും മമ്മിയും ഞാനും കൂടി കോയമ്പത്തൂർക്ക് യാത്ര വെച്ചു. 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളവിടെ നിന്ന് ഒരു 6 മണിക്ക് പോയി. എന്നിട്ട് കോയമ്പത്തൂർ ഒരു എത്ര മണിക്ക് എത്തിയത്, 8 മണിക്ക് ആയപ്പോഴേക്കും ചെക്കിങ്ങൊക്കെ ചെയ്ത് സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ്. സെപ്റ്റംബറിൽ പോകാനിരുന്ന യാത്രയാണ്. അത് നല്ല പണി കിട്ടിയത് കൊണ്ട് ഒക്ടോബറിലേക്ക് ആക്കി. അങ്ങനെ ഞാൻ പോണേൻ്റെ തലേദിവസമാണ് ചേട്ടൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. എനിക്ക് അതുവരെ നല്ല ടെൻഷനായിരുന്നു. പ്ലെയിനിലൊക്കെ കയറിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം ഇത്ര നാൾ ഞാൻ ഈശ്വര നടക്കില്ലല്ലോ, പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അങ്ങനെ പ്ലെയിനിൽ കയറി. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായത്. ഇനി അടുത്ത് ചേട്ടനടുത്ത് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് 3 മണിക്കൂറും 9 മണിക്കുള്ള ഫ്ലൈറ്റ് 12:30. 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി ഗൈസ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് എത്തിയിട്ട് വേഗം എനിക്ക് എത്രയും പെട്ടെന്ന് ചേട്ടനെ കാണണം എന്നുള്ള അതിലാണെന്ന് തോന്നുന്നു. എൻ്റെ പെട്ടി മാത്രം ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ പെട്ടി വന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടി. ഞാൻ ചേട്ടനെ കണ്ടെങ്കിൽ വീഡിയോ എടുക്കണം നോക്കണ്ടാണ് ചേട്ടനെ കാണുന്നത്. പക്ഷേ ചേട്ടനെ എന്താ പറയുക, ഇത് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് റൂം എടുക്കാം എന്നുള്ള ഇതിൽ റൂമിലെത്തി. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് എടുത്ത റൂമെന്ന്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. മറ്റേ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനിയനെ കാണാൻ പോയി. ഞങ്ങളുടെ അനിയൻ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ അവൻ കാന്താര സിനിമ കാണണം, ചേട്ടന് ലഡാക്കിലായിരുന്നു, കാന്താര കാണണം അത്രേ. ഓക്കെ ശരി, കാന്താര കാണാം എന്ന് പറഞ്ഞു. ചേട്ടാ പണി നോക്ക്. ഈ ഡ്രസ് ഇഷ്ടമല്ല, അടിയിൽ ഗ്യാപ്പ് വരുന്നു, ടൈറ്റ് ആയിട്ട് ഇടുന്നു. അതാണ് നല്ല രസമുണ്ടാവുള്ളൂ കാണാൻ. ഇത് യൂസായി എടുക്കണൊന്നും കാണാനില്ല, കാണണ്ടല്ല. അതാണ് വൃത്തികെട്ട ഡ്രസ് കീറിണ്ട് ബാക്കിൽ നോക്ക്. ഫാഷനാ അമ്മയെ. പാൻറ് നോക്കിതാ പോണ പെണ്ണ്, ഓട്ട പെണ്ണ്. അങ്ങനെ അവിനാശ് എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൾ ചെയ്തായിരുന്നു. മാളിൻ്റെ ബാക്കിലാണ് അവൻ എത്തിയത്, ഞങ്ങൾ ഫ്രണ്ടിലും. അങ്ങനെ അവനവിടെ ഊബർ ബാക്കിലാണ് എത്തിച്ചത്. അപ്പം അവനോട് ഇങ്ങോട്ട് വരാനുള്ള ഫോമലിനാണ് ചേട്ടൻ പറയണത്. അവിനാശിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതില് കാണുമ്പോ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈശ്വര, യാരിത്? കാന്താരയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കായിരുന്നു. കാന്താര 7:30 ഇങ്ങടായിരുന്നു. ഞങ്ങൾ എത്ര മണിക്കാണ് ബുക്ക് ചെയ്ത്? 6 മണിക്ക് ഇങ്ങോട്ട്. PVR-ലായിരുന്നു ഞങ്ങൾ സിനിമ കണ്ടത്. അപ്പോൾ സിനിമയ്ക്ക് പോണായിട്ട് മുന്നേ ഒരു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ബുക്ക് ചെയ്ത് ഞങ്ങൾ പിസ്സ കഴിക്കാനിരുന്നു. അപ്പോൾ വെറുതെ കുറച്ച് ടിക്കറ്റ് നല്ല കളറുണ്ട്. സിനിമയ്ക്ക് കാരണമായിട്ട് മുന്നേ ചെറിയ എന്തെങ്കിലും കഴിച്ചാലും ഞങ്ങൾ പിസ്സ വാങ്ങിച്ച് കഴിച്ചത്. പിസ്സ വാങ്ങിച്ച് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് കയറി. അന്നേരം അടിപൊളിയായിരുന്നു. ഹിന്ദിയിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്ത്
അവയിരുന്ന് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു. അവൻ ഒരു വട്ടം ഓൾറെഡി കണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വന്ന് കണ്ടങ്ങനെ സിനിമ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി റൂമിലേക്ക്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ബെല്ലും ബ്രേക്കില്ല കേട്ടോ. ഏതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് എടുത്തു കൊണ്ടുപോകണം. മനുഷ്യന്മാർ കൊല്ലാൻ കൊണ്ടുപോകണ പോലെ ഇവർ പോകണം പോക്ക്. ഊബറുകാരന്മാരുടെ പറ്റിക്കൽ അത് വേറെ. പിന്നെ ഓരോരുത്തരുടെ ഇടയിൽ കൂടി സൈഡിൽ കൂടി എവിടെ കൂടിയൊക്കെയാണ് വരുന്നത് അറിയൂ. ഒരു അഡ്വഞ്ചർ അവരുടെ ഈ ഡൽഹി കൂടിയൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ കഴിഞ്ഞിട്ട് റെഡിയായി. ഇന്നലെ കാന്തരയൊക്കെ കണ്ട് പോയി കിടന്നു. പിന്നെ വ്ളോഗൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് പോണത് ജയ്പൂർക്കാണ്. ഞങ്ങൾ താമസിച്ചത് പൃഥ്വി പാലസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഇന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ജയ്പൂർക്കാണ്. അവിടെ നിന്ന് 9 മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഊബർ വരണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഊബർ വന്ന് ഊബറിൽ കയറി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാണോ അവിടെ എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ ഇതിൽ കാണില്ല അല്ലേ. ഈ മറ്റേ വ്ളോഗ് എനിക്കൊന്നും മര്യാദയ്ക്ക് എടുക്കാനൊന്നും അറിയില്ല. എനിക്കറിയണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് പാർട്സൊക്കെ ആയിട്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്നേലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു യാത്ര ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനെന്നൊക്കെ വിചാരിച്ചിട്ടതാണ്. കുറേ തെറ്റുണ്ടാവും, കുറേ നല്ല എല്ലാം പുറത്തൊക്കെ ആയിരിക്കും. നോക്കാം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തിയിട്ടാ ഗൈസ്. ഇതൊക്കെ കൂടുതലൊന്നും തോന്നുന്നു, കുറച്ച് ഭാഗം കട്ട് ചെയ്യാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട്. അപ്പോൾ അവരുടെ ഒരു പാട്ട് കേൾക്കാലോ വെച്ചിട്ട് ഞാനിതാ ഇവിടെ മെമ്മോഡി ഓഫാക്കണ്ടേ കേട്ടൊക്കെ അവരുടെ കൃഷ്ണൻ്റെ പാട്ട്. എത്തിയിട്ട് അബീനെ കണ്ടതൊക്കെ വീഡിയോസ് എടുക്കാൻ വെച്ചാൽ പിന്നെ അതിനുള്ള നേരം കിട്ടിയിട്ട് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ വെച്ചു. കയറിയ വശം ഇങ്ങനെ കുറച്ച് പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ പോണ വീഡിയോയും അവിടുത്തെ വീടുകളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിങ് തോന്നി. അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ. പിന്നെ അങ്ങനെ വൃത്തിയൊന്നുമില്ല, എങ്ങനെയാണ് അവിടെയൊക്കെ ജീവിക്കണേന്ന് അങ്ങനെ ആലോചിച്ച്. നല്ല രസമായിരുന്നു. 4 മണിക്കൂറുള്ള ട്രെയിൻ യാത്ര. ഞങ്ങൾ 3 പേരായിട്ട് കുറച്ച് തിന്നും വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചില്ലിത്. ഞങ്ങൾ പിന്നെ കുറച്ച് ലൂഡോ കളിച്ചു കിട്ടാം. അത് കഴിഞ്ഞിട്ട് അത് സൈഡേ അത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അവിടെ സിറ്റിയിൽ പോയി ഇരുന്ന് അവൻ ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. അത് നല്ല ഉറങ്ങി. ഞാൻ പറഞ്ഞു അത് പോണ വഴിയിട്ട് കുറേ മലയും കുന്നൊക്കെ ഉണ്ടാകുന്ന വെറുതെ പാറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാലും കുറച്ച് മലകൾ കണ്ട് അടിപൊളി പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജയ്പൂർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകാം. എന്നിട്ട് പേക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സാവധാനം ഓരോ സ്ഥലങ്ങൾ കാണാറുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും കഥ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാനാണ് വന്നു. ഇതിനൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് ആലോചിക്കും. ചേട്ടാ എപ്പുടി ഇന്നൊക്കെ ഒരു പുടി രാജസ്ഥാൻ ഫ്രൈഡ് റൈസ് വിത്ത് മഞ്ചൂരിയൻ എങ്ങനെയുണ്ട്? ആദ്യം ഉരുളക്കിഴങ്ങ്, നാട്ടിലെ ഉരുളക്കിഴങ്ങ് செம்மையா இருக்கும். എന്നോടല്ല എനിക്ക്
ഇത് സദ്യയാണോ? ഒരെണ്ണ വായിലിട് കാണട്ടെ കഴിക്കട്ടെ. വെള്ളം ഒഴിക്കണില്ലേ? ഇന്നെങ്ങനെ നടക്കുവോ? സൂപ്പറായിട്ടുണ്ട്. അത് നീ പറ അതെ കലക്കാത്ത കഞ്ഞി. കലക്കാത്ത കഞ്ഞി, കലക്കിയ കഞ്ഞി, അത് മഞ്ഞക്കഞ്ഞി. സക്രിയ എന്തൊക്കെ സാധനങ്ങളല്ലേ. സിൽവർ കോട്ട്, മറ്റേതാണ് മറ്റേ കാജു. സിൽവർ കോട്ടിങ്. ഈ സാധനത്തിന് 1500 രൂപ. അവിടുത്തെ ഫുഡ് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഹവാ മഹലിലേക്ക് പോകാനോ വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ പാനിപൂരി, ഞാൻ കഴിച്ചില്ല, ഇവരെ കഴിച്ചു പാനിപൂരി. പിന്നെ ഞാൻ റൊട്ടിയും പനീർ കറിയും, ചേട്ടനും അനിയനും ബിരിയാണിയോ ഫ്രൈഡ് റൈസ്, അവരെൻ്റെ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹവാ മഹലിലേക്കുള്ള പോക്കിലാണ്. ഈ അപ്പാപ്പ അടിപൊളിയാകുന്നുണ്ടായ ഈ ഡ്രൈവർ അപ്പാപ്പൻ എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് നമ്മൾ ജയ്പൂർ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെയുള്ള കുറച്ച് സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെല്ലാം ശരിക്കും മറ്റേ രാജസ്ഥാൻ്റെ ഉള്ളിലേക്കാണ്. ഒരു ചെറിയൊരു മറ്റേ ഇതെന്ത് മഹലാണ്? അടാ ശക്തൻ തമ്പുരാൻ അല്ല, ടിപ്പു സുൽത്താൻ അല്ല, അതല്ല ടിപ്പു സുൽത്താൻ. ഇത് ടിപ്പു സുൽത്താനാണോ പേര് വെച്ചിരിക്കെ? രാജരാജേന്ദ്ര എന്തോ ഒരു ഇതിങ്ങോട്ട് തിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. गेट है जयपुर के चारों तरफ, शहर के पूरे चारों तरफ जो ऐसे गेट में जाना पड़ेगा आपको। ऐसा आगे है, उसके आगे अजमेर गेट है, सहारनपुर गेट है, चांदपुर है, किशनपुर बाजार है, मचिए ऐसे कितना साल हो गया भैया पापा ये? 350 साल हो गए। गाइड करेंगे आप लोग? गाइड लेंगे आप लोग? വേണ്ട. इसको देखने के लिए पूरा 1 घंटा लगता है, पूरा 1 घंटे का पूरा पैलेस है इसका. വേണ്ട. हमारे പറ്റിക്കില്ല. 520 രൂപ പറയണേ. നമുക്ക് ജെമിനി ഉണ്ടല്ലോ. നിങ്ങൾക്ക് ചാറ്റ് ജിപിടി ഉണ്ട്. അതെ. ഹവാ മഹൽ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഹവാ മഹലിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഫ്രീ ആയിരുന്നു. കാരണം ഇവർ ഡിഫൻസിലുള്ളത് കൊണ്ട് ഇവർക്കും ഫ്രീ ആയിരുന്നു, എനിക്ക് ഡിഫൻസ് കാർഡുള്ളത് കൊണ്ട് എനിക്കും ഫ്രീ ആയിരുന്നു ഹവാ മഹൽ. അപ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കരുതും. അപ്പോൾ അവർ പറഞ്ഞു എടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു. അയ്യോ आपके साथ कौन है? मेरा भाई है। ठीक है। മോനെ. हेलो, मैं आऊँगा 6 साल
ठीक है तुम बस उसके बाद तुम्हारा साथ ही है बस ബ്ലാക്ക് ആഡം ഇല്ലേ? ठीक है तो क्या करूँ ഇതെന്താ ഈജിപ്തത്തെ മമ്മിയാ ഇവിടെയൊക്കെയാ അല്ല ഞാൻ എന്തിനാ വീഡിയോ എടുക്കണേ അങ്ങനെയാ ഞാൻ അടുത്തുണ്ട്. എത്ര അല്ല ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കണേ എടാ ഇത് ചിലപ്പോ അവര് വല്ല പ്രസന്റ് എങ്ങാനും കൊടുത്തതായിരിക്കും. ഇത് ഇവര് ഉണ്ടാക്കിയതാണ് സംഭവം ഇവര് ഉണ്ടാക്കിയതാണ്. അല്ലേ അല്ലാതെ ഉണ്ടാക്കിയത് അല്ലാതെ കൊടുക്കാം ഓ കാണുമ്പോ തന്നെ അറിയാം. തൊട്ട് നോക്കുന്നത് ഇത് ഇവന്മാരുണ്ടാക്കിയ സാധനം. ചോദിച്ചു തന്നെ അറിയത് പറ. അതെ ഇത് നായികയാ? നായ്ക്കുട്ടിയല്ല. ഞാനും അതാണ് നോക്കണത് മമ്മി ആ ആ. അവി ഗൈഡ് വിവരിക്കൂ. സാറേ ഇത് പറഞ്ഞു കഴിഞ്ഞല്ല ഹവാമയിൽ ഉണ്ടാക്കിയത് രാജരാജ ചോളേശ്വരന്റെ കുടുംബം പ്രതാപ് സിംഗ് ആയിരുന്നു. അത് 1999 AD. ആഫ്റ്റർ ഡ്യൂട്ടി സൂപ്പർവിഷണൽ ആർക്കിടെക്ട് ലാൽചന്ദ്. 87 feet high pyramid shaped 5 stories. 365 വിൻഡോ ഉണ്ട്. അതായത് അല്ല വർഷത്തിൽ ഓരോരോ ദിവസം ഓരോരോ വിൻഡോ തുറക്കും. ഓരോരോ വിൻഡോ തുറക്കും. അങ്ങനെ ഇവിടെ എല്ലാം തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. അതാണ് അല്ല 953 കിളിവാതിലുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടേക്കണേ. ഇതില് എന്താ എഴുതിക്കണം അപ്പൊ ഇതല്ലേ സത്യം? ആവോ എനിക്കറിയാൻ പാടില്ല. പാവം പാർക്കിലുണ്ടോ നമുക്ക് നേരെ പോയിട്ട് എന്നെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണം കേട്ടാ. നല്ല തണുപ്പുണ്ട്. എന്താ അവിടെന്താ താങ്ക് യു. എൻട്രൻസ് ഇവിടെ ഉണ്ടാകും. ഹവാമഹലിൽ വന്നിട്ട് കുളിസിങ് കാണുന്ന 2 പേര്. ആദു പ്രോ കുളിസി. എന്തോ എനിക്ക് മനസ്സിലായില്ല. ഇതേതാ ഛർദി മന്ദിര? അയ്യോ കഴിഞ്ഞ ഞാനും 100 വേണമെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഈ ബാഗ് തൂക്കി നടന്ന് നന്നായിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ കുറച്ച് തൂക്കാം. ഞാൻ വേണമെങ്കിൽ കുറച്ച് തൂക്കണോ? എനിക്ക് കുറച്ച് വീഡിയോ എടുത്ത് തരണം. എന്നാ പിടിക്ക്, ഞാനിത് നടന്നു പോട്ടെ. ഇത് സഞ്ചാരം എപ്പിസോഡ് നമ്പർ 19. അതിൻ്റെ മതിയാ ഉള്ളിൽ
കൂടെ പോയിട്ട് വേണം നമുക്ക് ഹവാ മഹലിന്റെ മുകളിലേക്ക് എത്താനായിട്ട്. സൺസെറ്റും കാണാം. ഇതിന് ഇങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ? ആ ചേട്ടൻ പോയിട്ട് തിരിയാം. എടാ ഇത് ഈ ഹവാ മഹലിൽ 953 കിളിവാതിലുകളുണ്ട്. അതിൽ ഓരോ കിളിവാതിലിൽ കൂടിയാണ് ഈ പണ്ടത്തെ രാജ്ഞിമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവർ ആ കിളിവാതിലിൽ കൂടെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ അതേപോലെ ഓരോ പരിപാടി നടക്കുമ്പോഴും ഈ ഹവാ മഹലിൽ നിന്ന് ഈ ജയ്ഗർ ഫോർട്ട്, അംബർ ഫോർട്ട് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ജയ്പൂരിൽ നടക്കണ ഓരോ ട്രഡീഷണൽ ഫെസ്റ്റിവൽസും ഈ രാജ്ഞിമാർ ഇങ്ങനെയുള്ള ഈ വിൻഡോസ് ഈ കിളിവാതിലൂടെ നിന്ന് നോക്കിയിട്ടാണ് എല്ലാ പരിപാടികളും കണ്ടിട്ടുണ്ടാകുന്നത്. കാരണം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പണ്ടത്തെ ഒരു ഇതനുസരിച്ചിട്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് അവിടെ എൻട്രൻസ് ഫീ എത്ര 52, 53 അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്രയോ 100 സംതിങ് എത്രയോ ഉണ്ട്. പക്ഷെ നമുക്ക് എൻട്രൻസ് ഫ്രീ ആയിരുന്നു. ഇവർ ഡിഫൻസിൽ ഉള്ളത് കൊണ്ട് അവിടെയുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ നല്ല സൺസെറ്റ് വ്യൂവും കിട്ടും. പിന്നെ ജയ്ഗർ ഫോർട്ട് കാണാം, അംബർ ഫോർട്ട് കാണാം. അതേപോലെ ഒരുവിധപ്പെട്ട ജയ്പൂർ സിറ്റി ഫുള്ള് നമുക്കിവിടെ എന്നാൽ കാണാൻ പറ്റും. അതേപോലെ ആരാവല്ലി മൗണ്ടൈൻസ്. ഇതൊക്കെ ഇങ്ങനെ കയറും. ബൈക്കിൽ പോകാൻ പറ്റും. അത് ഏതാ മൗണ്ടൻ? ഏതൊരു മൗണ്ടൻ അത് ഇതാ സൺസെറ്റ് കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സൺസെറ്റും കണ്ടു. ഇപ്പോഴാണ് ഞങ്ങൾ ഹവാമഹലിൻ്റെ ഉൾഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹവാമഹലിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത് ഇതൊക്കെ കണ്ടത്. ആ 953 കിളിവാതിലുണ്ടെന്ന് പറഞ്ഞ് 953 എണ്ണുണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കണോ വേണ്ടിയോ അതോ ഇനി എന്തെങ്കിലും പർച്ചേസിങ് നടത്തണോ എന്ന് പറഞ്ഞിട്ട് ആ ബസാർ ഫുള്ളും ഞങ്ങൾ നടന്നു. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന് ആ ദിവസം. പിന്നീട് ഒരു ദിവസം പർച്ചേസിങ്ങിന് മാത്രമായിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവസാനിക്കണ്ടോ? നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പാനിപൂരി കഴിച്ചതിൻ്റെ ഒന്നും വേറെ ഇന്നത്തെ ദിവസത്തെ വീഡിയോയുടെ അവസാനിക്കണം. ആൽബർട്ട് മ്യൂസിയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നാളെ. ഓക്കെ, ബൈ.